ഡേ നിനക്കിതൊരു അവസരമാണ്. അവൾ അപ്പൂപ്പ മരിച്ചു പോയിരിക്കുന്നു. നാളെ മരണ വീട്ടിൽ പോയാൽ അവളെ നിനക്ക് കാണുകയും ചെയ്യാം, അവക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടുകയും ചെയ്യും. ശരി തന്നെടേ, പക്ഷെ നാളെ എങ്ങനെ പോവും? നാളെ എനിക്ക് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ പി ടി സാർ എന്നെ അടിച്ച് ഉതവാതാക്കും. അതിപ്പോ ചെറിയൊരു കള്ളം പറയാം. എന്ത് പറയും ഞാൻ? നിന്റെ അപ്പൂപ്പ മരിച്ചു പോയെന്ന് പറയടേ. അത് 2-3 വട്ടം ഞാൻ ചെന്ന് പറഞ്ഞു. ഇനി ആ കള്ളം നടക്കും തോന്നണില്ല. പക്ഷെ ഒരു വഴിയുണ്ട്, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ നടക്കും. എന്റെ വീട്ടിൽ നിന്ന് ആരെയും കൊണ്ട് വിളിപ്പിരി. പക്ഷെ എനിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞും വിളിക്കുന്നു പ്രതീക്ഷിക്കണ്ട. വന്നിട്ട് കാണാൻ പറ്റിയില്ല. ഡേ മണ്ട അനിയമ്മ പറഞ്ഞടേ, ഇനി അങ്ങനെ കൊണ്ട് വിളിപ്പിക്കാം. എന്താ മക്കളെ? എന്റെ ചങ്ക പിള്ളേരി, ഞാൻ വിളിക്കാമേ. എന്താ വിളിക്കട്ടെ? എന്തിനാ ഇവിടെ മാമ ഒരു ഉപകാരം ചെയ്യോ മാമ? ഒന്നല്ല 2 പേരും ചെയ്യും. ചെൽമി പറയൂ. മാമ എൻ്റെ സ്കൂളിലൊന്ന് വിളിക്കണം. വിളിച്ചിട്ട് എൻ്റെ മാമനൊന്ന് പറയണം. പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞിരിക്കുന്ന നാളൊരു അവധി വാങ്ങിച്ചു തരണം. എൻ്റെ ജീവിതം വെച്ചുള്ള കളിയാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. പിന്നെന്ത്, അത്രേ ഉള്ള നമ്പർ പറ. 95 67 70 96 65. ഇറങ്ങിയ ലൗഡ് സ്പീക്കറില്ല, നിങ്ങൾ കേട്ടോ. ഹലോ സാർ, ഞാൻ പിങ്കിയുടെ അമ്മാവനാണ്. അല്ല സാർ, നാളെ പിങ്കിക്ക് ലീവ് വേണം. അവന്റെ അപ്പൂപ്പന് തീരെ സുഖമില്ല. അത് പിന്നെ അവന്റെ അമ്മൂമ്മക്ക് 2 മാപ്പിളയുണ്ട്. അവന്റെ അമ്മൂമ്മ എന്ന് പറയുമ്പോ നിങ്ങൾ അമ്മയല്ലേ, അപ്പൊ നിങ്ങൾ അമ്മയ്ക്ക് 2 മാപ്പിള? അതെ, എന്റെ അമ്മയ്ക്ക് 2 മാപ്പിളയുണ്ട്. ഇപ്പൊ എന്താണ് വേണ്ടത്? ഇപ്പൊ നാളെ അവന് ലീവ് വേണം. നാളെ വരാൻ പറ്റത്തില്ല. അതിപ്പോ നാളെ വന്നിട്ട് കാര്യമൊന്നുമില്ല. അതെന്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ അവന്റെ ആരാണെന്ന് പറഞ്ഞത്? അമ്മാവൻ. ചുമ്മാ രാജർക്ക് എങ്ങനെ ആയിപ്പോ? എങ്ങനെ? എടാ മന്ദബുദ്ധി, നാളെ ശനിയാണ്, അത് 2ാം ശനി. 2ാം ശനിക്ക് വിളിച്ച അവധി ചോദിക്കും. எனக்குன்னே வருவீங்களாடா? ஏன்ட்ட சரசம் பண்றக்கே ஓட்டாப்பே உங்களை பெற்றுறாங்களா? ஏன்டா அப்படி பட்டத்திலே வந்து பஞ்சு பண்றீங்க?